Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൽമാസ് ആണ്. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയന്റ് പരിചയപ്പെടുത്താം. 4 സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, കരിവേപ്പിൻ്റെ ഇല. ഇനി ആവശ്യമായത് 500 ഗ്രാം ചെമ്മീനാണ്. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതാണ്. ഇനി ഈ മസാല തയ്യാറാക്കാൻ വേണ്ട കൂട്ടുകൾ: മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിനാണ് വേണ്ടത്, നിങ്ങൾ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് എടുത്താൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അധികം മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രൈ ആയ ചെമ്മീൻ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മസാലയിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ മസാല നമുക്ക് തയ്യാറാക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാണ്, ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫസ്റ്റിന് എന്ത് ചെയ്യാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈ ചെയ്ത പാനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും, പിന്നെ ആണെങ്കിൽ വലിയ ഉള്ളി 4 വലിയ ഉള്ളിയും, പിന്നെ ആണെങ്കിൽ 4 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വഴറ്റാണ്. ഇത് വഴറ്റി വരുന്ന സമയത്ത് നല്ലപോലെ വഴറ്റണം. വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഉണ്ടായിരുന്ന മസാലയ്ക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, ഇത്രയും മസാലകൾ ചേർത്ത് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഈ പച്ച മസാല മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം മസാല എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് ചെമ്മീന് പകരമായിട്ട് എന്ത് ചെയ്യാം, ചിക്കൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബീഫും ഉപയോഗിക്കാം. ബീഫ് നമ്മൾ വേവിച്ചിട്ടിട്ടാൽ മതി. ചിക്കനും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെമ്മീനാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ചെമ്മീൻ്റെ ഫ്ലേവർ ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള ഇതിപ്പോൾ കൂട്ട് മാത്രമാണ് റെഡി ആയിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കി പ്രോസസ്സ് ഇനിയും ഉണ്ട്. നമുക്ക് അതേ മാവ് സെറ്റ് ചെയ്യാം. മാവ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് കൽമാസിന് വേണ്ട എന്ത് ചെയ്യാം, മാവ് സെറ്റ് ചെയ്യാം. മാവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പത്തിരിപ്പൊടി 2 കപ്പാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എടുക്കേണ്ടത്. 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. 3 കപ്പ് വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് രൂപത്തിൽ, അതായത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശമാവിന്റെ രൂപത്തിലേക്ക് തന്നെ എന്ത് ചെയ്യാം, നമുക്കത് റെഡി ആക്കി എടുക്കാം. ഇതിപ്പം ദോശമാവിന്റെ രൂപത്തിലേക്ക്, ഈ ഒരു കട്ടയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എന്താക്കിയിട്ടുണ്ട്, ദോശമാവിന്റെ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഗ്യാസ് ഓൺ ആക്കി ഞാൻ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പതിയെ നമുക്ക് ഈ വെള്ളം വറ്റി വരും. വറ്റി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാവ് സെറ്റായിട്ട് കിട്ടും. നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നൈസ് പത്തിരിക്കും, അതായത് മാവ് എന്താ പറയുക, കൈകൊണ്ട് വല്ല ചൂട് കൊടുക്കുക എന്ത് ചെയ്യാതെ കൊഴിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഈ പത്തിരിക്കുള്ള മാതിരി മാവ് ആക്കിയെടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചെറുങ്ങനെ സ്ലോയിൽ എന്ത് ചെയ്യാം, കൈ വെക്കാതെ തന്നെ ആക്കണം. എന്നാൽ മാത്രമേ എന്താ ഉള്ളൂ, കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കട്ട പിടിച്ചു പോകും. ഈ വെള്ളം എല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഒന്ന് ചെറുങ്ങനെ സ്ലോ ആക്കി കൊടുക്കാം. ഇത് ഈ മാവിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ കൂട്ടാണ്. തേങ്ങ 1/2 കപ്പ്, വലിയ ജീരകം 1/4 ടീസ്പൂൺ, ചെറിയുള്ളി ഒരു 4 ചെറിയുള്ളി, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതെല്ലാം മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഈ മാവിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാവ് റെഡി ആക്കി എടുക്കാം. ഈ പൊടിയെല്ലാം മിക്സ് ചെയ്യുമ്പോൾ മാവ് സെറ്റായി വരും.
മാവ് സെറ്റായി വരുന്നുണ്ട്. ഇപ്പൊ മാവ് സെറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് നമുക്കൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്താവാം, കൽമാസിലേക്കുള്ള മാവ് സെറ്റ് ആവും. അപ്പൊ മാവെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാല വെച്ചിട്ട് നമുക്ക് ഉന്നക്കായന്റെ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കൽമാസ് റെഡിയാക്കാം. കുറച്ച് ഫില്ലിങ്സ് വെച്ചാൽ മതി ഇതില്. അപ്പൊ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. മസാല എല്ലാം ഫില്ലിങ്സ് അതിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മളെ ചെമ്മീൻ കൽമാസ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൽമാസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയാണ് ആവിയിൽ വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ ആവിയിലേക്ക് വെക്കാണ്. ഇപ്പൊ 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ആവിയിൽ കൽമാസ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അപ്പൊ കൽമാസ് ആവിയിൽ വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടി ചെറിയൊരു മസാല ഉണ്ടാക്കാനുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാം. ജസ്റ്റ് മസാല ഉണ്ടാക്കി വെച്ചതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മസാല ഉണ്ടാക്കി വെച്ചതാണ്. ഇതിലേക്ക് ആവിയിൽ വേവിച്ചിരിക്കുന്ന കൽമാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൽമാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മസാല എല്ലാം തേച്ച് വെച്ച് കൽമാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൽമാസ് ഇടാം. അധികം ടൈം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതെല്ലാം നമുക്ക് ആവിലെല്ലാം വേവിച്ചെടുത്തതാണ്. കൂടുതൽ ഓയിലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ. ഇത് കൽമാസ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഫൈനലി ചെമ്മീൻ കൽമാസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.